ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരിയിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ വിദേശത്തൊക്കെ ഒരുമിച്ചായിരുന്നു, പ്രദീപ് ജോർജ് തേവലക്കര. അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ബിയോണ്ട് എന്നൊരു ആർട്ട് ഗാലറിയാണ് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം യുണീക്നെസ്സിൻ്റെ ഒരു വേൾഡാണ്. കയറി പോകുന്ന പാത്വേയും മറ്റു കാര്യങ്ങളും എല്ലാം. ഈ പുറകെ കാണുന്ന ഈ ലണ്ടൻ ബൂത്ത് റെഡ് കളറിൽ, എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിലൊക്കെ UK ഇതിന് റെഡ് ബൂത്ത് എന്നാ പറയുന്നതെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ ലണ്ടൻ ബൂത്ത് എന്നാ പറയാറ്. ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത ഒരു ലണ്ടൻ ബൂത്താണിത്. ഈ റെഡിന് പറയുന്ന പോസ്റ്റൽ റെഡ് എന്നാണ് ഈ റെഡിന് പറയുന്ന ഒരു കളറ്. ആ കളറ് കൊടുത്ത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബൂത്ത്. ബൂത്തിനകത്ത് പഴയ ഒരു ടെലിഫോണും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ബിയോണ്ട് എന്നുള്ള ബാജിങ് ഒക്കെ കൊടുത്ത്. അപ്പോൾ നമുക്ക് ഈ ബിയോണ്ട് എന്ന കൺസെപ്റ്റ് എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് ഒന്നറിയാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ആ സ്റ്റുഡിയോയ്ക്ക് ഉള്ളിലേക്ക് കയറിയിട്ടില്ല, അതിന്റെ ഒരു ലോബി സ്പേസിലാണ്. ജസ്റ്റ് പുറത്തുനിന്ന് കയറിയ ഒരു ലോബി സ്പേസ് വന്നു. ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ എലമെന്റുകളും ശ്രദ്ധിച്ചാൽ, ഇപ്പൊ ബിയോണ്ടയുടെ ഒരു ബോർഡ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് മുമ്പ് പറഞ്ഞ അക്രലിക് ഗ്ലാസ്സിൽ അതിന്റെ തീം കൊടുത്തിരിക്കുന്ന പുറത്ത് തന്നെ ഈ ലോഗോ വെച്ചിട്ടാണ്. ഇത് ജസ്റ്റ് ടീ കൂഡിലെ റോ ഫിനിഷിൽ പോളിഷ് പോലും ചെയ്യാറ് അത് മൗണ്ട് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ബോർഡിലെ ചാക്ക, ജൂട്ടൻ നമ്മൾ പറയുന്ന നമ്മുടെ നാടൻ ചാക്ക് അതിലൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുക. ഉള്ളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലൈറ്റ് കൊടുത്ത് നിർത്തി എന്നുള്ളതെല്ലാം വേറെ. പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴത്തേനുള്ള ആ ഒരു ഡാർക്ക് ഗ്രീനിഷ് തീമിലുള്ളൊരു പെയിന്റ് കൊടുത്താണ് അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ചെയർസൊക്കെ ഉണ്ടാവും, കറക്റ്റ് ബോക്സി ഷേപ്പിൽ ഡിസൈൻ ചെയ്തിട്ടിരിക്കുന്നത്. ഇതെല്ലാം ഒന്നും പർച്ചേസ്ഡ് അല്ല, എല്ലാം കസ്റ്റമൈസ് ചെയ്ത് അദ്ദേഹം വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ചെയറായത്. നോർമലി നമ്മുടെ ഉള്ള ഒരു ടേബിളിലെ പഴയ അദ്ദേഹത്തിന്റെ ടേബിളിലെ ഇവിടെ ബോർഡ് അടിച്ച് ഈ പറയുന്നത് അതേ ജൂട്ട് തന്നെ കൊടുത്ത് അതിനെ കസ്റ്റമൈസ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു മഹാഗണി അതൊരു ടീക്കൂഡ് ഫിനിഷും ആ ജൂട്ടും തമ്മിലുള്ള കോമ്പിനേഷൻ കണ്ടോ, അത് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇരിക്കുന്ന ഹോൾഡേഴ്സും ഈ ഇരിക്കുന്ന റിസപ്ഷൻ ഇതെല്ലാം വുഡിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ മുകളിലേക്ക് കയറാം, വാ. കയറി വരുമ്പോൾ ഈ ബോർഡ് ഇത് മിച്ചം വന്നിരിക്കുന്ന റീപ്പകള്, സാധാരണ നമ്മള് ചാർക്കോൾ ലൂവേഴ്സ് ഒക്കെ ഇന്റീരിയർ യൂസ് ചെയ്യാറുണ്ട്. അതല്ല, ഇതെല്ലാം മിച്ചം വന്നിരിക്കുന്ന റീപ്പകളൊക്കെ യൂസ് ചെയ്ത് ക്ലോത്തിൽ പെയിന്റ് ചെയ്തിരിക്കുന്നതാണ് ബിയോണ്ടയുടെ ലോഗോയെ. ഇതാണ് സ്റ്റുഡിയോയുടെ ആക്ച്വൽ എൻട്രൻസ് വരുന്നത്. ഇതും കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ബോർഡാണ്. ഓഫീസ് ബിയോണ്ട് ആ ലോഗോയും അതെല്ലാം സീൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ, ഈ പെയിന്റിങ് ആക്ച്വലി അവിടെ ഒരു വിൻഡോയാണ്. ആ വിൻഡോ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. മീൻസ് കയറി വരുമ്പോഴേ എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണോ ഇതിനകത്തെ ക്രിയേഷൻസ്, അതിൻ്റെ തീം ആ ഒരു ടച്ച് കൊടുത്താണ് അതിൻ്റെ കയറി വരുന്ന പാസേജ് ആംബിയൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റുഡിയോയുടെ അകത്തേക്ക് കയറുന്നത്. പുതിയ സ്ഥലത്തുണ്ട്, നമുക്കൊന്ന് പോകാൻ മീറ്റ് ചെയ്യാം. കമാ. ഇതാണ് ആംബിയൻസ്. സാറേ നമസ്കാരം. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആള്. ക്രിയേറ്റിവിറ്റിയുടെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ വ്യക്തിത്വമാണ്. ചങ്ങനാശ്ശേരിക്കാർക്ക് പലർക്കും അറിയാം. അതാണ് പ്രദീപ് ജോർജ് തേവലക്കര. അപ്പം പ്രദീപ് സാറിൻ്റെ മോന് ഇവിടെ ഉണ്ട്, എമിലുണ്ട്. എമില് അബ്രോഡ് ഒരു സ്റ്റഡീസിൻ്റെ കാര്യങ്ങളിലൊക്കെ തിരക്കിലും ഒക്കെ ആയിരുന്നു. എമിലിനെ കൊണ്ടൊന്ന് പരിചയപ്പെടാം. എമിലെ നമസ്കാരം. തിരക്കിലല്ലേ? യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലും അപ്പം ഈ ബിയോണ്ട് എന്ന കൺസെപ്റ്റ് എന്താണെന്ന്, അതിന് പിന്നിൽ ഏതൊരു പ്രസ്ഥാനം നമ്മൾ ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അതിന്റെ പിന്നിൽ വർഷങ്ങളുടെ കാത്തിരിപ്പും സ്വപ്നങ്ങളും അതിന്റെ ഒരു ചിത്രീകരണം എല്ലാം ഒരാളുടെ മനസ്സിൽ കൂടെ പോയതിന് ശേഷമായിരിക്കും അതിന്റെ റിയാലിറ്റി നമ്മുടെ മുമ്പിലേക്ക് വരിക. ഇതൊക്കെയെന്ന് വെച്ചാൽ ഒരു യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളെപ്പോഴും ടിപ്പിക്കലി കണ്ടുവരുന്ന ഒരു റെപ്ലിക്ക മോഡൽ ഓഫ് ബിസിനസ് അല്ല ഇത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഒരാൾ പഠനം നടത്തിയതിന് ശേഷം ഒരു ആഗ്രഹത്തിൽ അവരുടെ ഒരു സ്വപ്നത്തിൻ്റെ ഒരു സാഫല്യമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശ്രീ പ്രദീപ് ജോർജിനോട് തന്നെ അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിൽ എന്താണ് ഇതുമായിട്ടുള്ള അദ്ദേഹത്തിനുള്ള കണക്ഷൻ, ഈ പാഷനിലേക്ക് വരാനുള്ള റീസൺ. ഇപ്പോൾ പ്രദീപ് സാറേ, ഞങ്ങൾ ബിയോണ്ടിനെ പറ്റി കുറച്ച് ബിൽഡപ്പിലൊക്കെയാണ് ഞങ്ങൾ കയറി വന്നത്. അപ്പം ഈ പറയുന്ന പോലെ പെട്ടെന്ന് നമുക്ക് നാളെ
ഇതിന്റെ ഒരു കോപ്പി അപ്പുറത്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. ഇങ്ങനെയുള്ള ചില യുണീക്ക് ഐഡിയാസ്. എന്താണ് ഇതിന്റെ പിന്നിലെ ത്രെഡ് എന്താണ്? ഇതിനെ ഞാൻ ഒരിക്കലും ഒരു ബിസിനസ്സായിട്ട് ഇത് കാണുന്നില്ല. ഇതെന്റെ ഒരു പാഷനായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ കോളേജ് മാഗസിന്റെ കവർ ഡിസൈനിങ് അങ്ങനെയുള്ള ചെയ്യുമായിരുന്നു. എസ് പി കോളേജ് ചങ്ങനാശ്ശേരി എസ് പി കോളേജിലായിരുന്നു. അതിനുശേഷം ഒരു 33 വർഷം NRI ആയിരുന്നു, കുവൈറ്റിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഒരു പരിപാടി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വളരെ പീസ്ഫുൾ ആണ് അല്ലേ? വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, വലിയ ടെൻഷനുള്ള ബിസിനസ് നമുക്ക് റിട്ടയർമെന്റിൽ ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നു അതിന്റെ തുടക്കം. പക്ഷെ ഇപ്പൊ അത് ഞാനിപ്പോ ഒരു 1.5 വർഷങ്ങൾക്ക് ശേഷം വന്ന് കാണുമ്പോൾ ഇതൊരു സീരിയസ് മൂഡിലേക്ക് മാറി. അതെ, അങ്ങനെ സീരിയസ് ആക്കി. സത്യം പറഞ്ഞാൽ മാർക്കറ്റിലെ ഇതിന്റെ സാധ്യതകളും ഇതിന്റെ വിപണനവും ഒന്നും മുൻകൂട്ടി കാണാതെ തന്നെ വന്നതായിരുന്നു അല്ലേ? അതെ, ഓൺ ബിൽഡിംഗ് ആണ്, വേറെ റെന്റിന്റെ ഇഷ്യൂസ് ഒന്നും ഇല്ല, സ്റ്റാഫ് മാനേജ്മെന്റ് ഇല്ല. കാരണം നമ്മൾ ഹയർ ചെയ്ത നമുക്ക് ഇപ്പൊ ഒരു ജ്വല്ലറി ഷോപ്പിലോ ഒരു ഫുഡ്വെയർ ഷോപ്പിലോ നിൽക്കുന്ന ഒരു സെയിൽസ്മാനെ പോണക്ക് ഒരാളെ വെച്ചിട്ട് കാര്യമില്ല. ഇത് എന്നെ പോലെ തന്നെ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവരെ ഒരാളെ വേണോ ഇടവെക്കാൻ. അല്ല, ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റുകളാണെങ്കിലും എപ്പോഴും പ്രൊഡക്റ്റ് ഐറ്റം ബൈ ഐറ്റം മാറി. ആർട്ടിസ്റ്റുമാരുടെ സപ്പോർട്ടാണ് ഏറ്റവും അറിഞ്ഞും കേട്ടൊക്കെ ഒത്തിരി പേര് ഇവിടെ വന്നത്. മാത്രമല്ല, അങ്ങനെയുള്ള നല്ല ആർട്ടിസ്റ്റിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് നമ്മളെ ചലഞ്ച്. അതെ അതെ, ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആർട്ടിസ്റ്റുമാരെല്ലാം ഇവിടെ അവർക്കറിയാവും ഇത്. ഓക്കെ, അപ്പൊ സാർ, അപ്പം നമുക്കിവിടെ ഉള്ള പിക്ചേഴ്സ്, പെയിന്റിങ്സ്, നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് പോയി കഴിയുമ്പോൾ അതൊരു വലിയൊരു വേൾഡ് ആണെപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. പെയിന്റിങ്സിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന് തന്നെ പല പേരുകളുണ്ട്, പല പ്രോഡക്റ്റുകൾ, റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഒരു ഫ്രെയിം നിങ്ങൾ തീർത്തെടുക്കുന്നത് അല്ലേ? അതിനെയൊക്കെ പറ്റി ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? പെയിന്റിങ്ങുകളെ പറ്റി എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയം തന്നെ കുറെ കാര്യങ്ങൾ അറിയാമായിരുന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ഓയിൽ പെയിന്റിങ്, അക്രിലിക് പെയിന്റിങ്, വാട്ടർ കളറ്, ലൈൻ ആർട്ട്, പോർട്രേറ്റ്, ഇങ്ങനെയുള്ള കാറ്റഗറിയാണ് നമുക്കിവിടെ ഉള്ളത്. നമുക്ക് വിശദമായിട്ട് അതിന്റെ ഒരു ഐറ്റം ബൈ ഐറ്റം നമുക്കൊന്ന് അദ്ദേഹം തന്നെ ഒന്ന് വിശദീകരിച്ച് തരും. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ക്യാൻവാസ് ആക്കി എടുത്തിരിക്കുകയാണല്ലോ ഈ വോൾ അല്ലേ? ഇത് ശരിക്കും ജിപ്സം ആണ് പ്രോഡക്റ്റ് അല്ലേ? ജിപ്സം 2 ഫീറ്റ് നല്ല പോറസ് ആയിട്ടുള്ള 2 ഫീറ്റിന്റെ ഒരു ഷീറ്റാണ് അല്ലേ? അതെ, അത് ഫിക്സ് ചെയ്തിരിക്കും. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇതിലാണ്. അതിൽ വളരെ കറക്റ്റായിട്ട് ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഇത് നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത്, ബാക്കി കംപ്ലീറ്റ് ഡിസ്പ്ലേ ഏരിയ ബ്ലാക്ക് ആണ് കൊടുത്തത്. ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ വൈറ്റ് കൊടുക്കുന്നത്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ആർട്ട് ഗാലറി കുറെ പെയിന്റിങ്ങുകൾ വെച്ചിരിക്കുന്നതല്ല. അതിനേക്കാളുപരി ഇവിടെ ആര് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വന്നാലും, ഒരു പെയിന്റിങ്സ് നോക്കി വന്നാലും, ഇതിൽ ഒരു അറേഞ്ച്മെന്റ്, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കളർ തീമും, ഇതിനകത്ത് ലൈറ്റ് ചൂസ് ചെയ്തേക്കുന്നത്, ഇതിനകത്ത് ലൈറ്റിങ്ങിന് പോലും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സാർ, എങ്ങനെ ഇതിന്റെ ഒരു ഓവറോൾ ഈ ഒരു കയറി വരുമ്പോൾ ഈ ഒരു ആംബിയൻസ് നമ്മളെ വേറൊരു വേൾഡിലേക്ക് കയറുന്ന പോലെ ഇതിനകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക്? അത് അങ്ങനെ ഒരു തീരുമാനത്തോടു കൂടി തന്നെ ചെയ്ത വെച്ചാണ്, പർപ്പസ്ലി ചെയ്തതാണ്. ജസ്റ്റ് ആക്ച്വലി പറഞ്ഞ കാര്യമായിട്ട് ഈ പെയിന്റിങ്സ് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒത്തിരി വാരി വലിച്ച് ഇന്റീരിയർ ചെയ്യാതെ പെയിന്റിങ്സിന്റെ സിംപ്ലിസിറ്റി കൊണ്ട് തന്നെ ഒരു എനിക്ക് അറിയാമായിരുന്നു. ഈ പെയിന്റിങ്സ് വെക്കുമ്പോൾ തന്നെ അതൊരു 60% ഇന്റീരിയർ ഡെക്കറേഷൻ ആയി കഴിഞ്ഞു. നമ്മൾ ഇന്റീരിയർ ഡിസൈനിങ് കമ്പനികൾക്കൊന്നും കോൺട്രാക്ട് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. നമ്മളൊരു പെയിന്ററെ, ഒരു കാർപ്പൻറ്ററെ ഒക്കെ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഫ്രം ദ സ്ക്രാച്ച് റോ സ്റ്റൈലിലാണ്, വളരെ കൺവെൻഷണൽ രീതിയിലാണ് ഓരോ പ്രൊഡക്റ്റുകളും ഇവിടെ. അല്ല, ഒരു മാസ് പ്രൊഡക്ഷൻ ചെയ്തല്ല, ഓരോന്നിനും ഓരോ യുണീക്നെസ്സും അതിൻ്റെതായ സമയവും അതിൻ്റെതായ കഷ്ടപ്പാടും എടുത്താണ് ഓരോ ഇമേജസ്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1.5 വർഷമായി. അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ ഓരോ ചേഞ്ചസ് ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ 1.5 വർഷമായിട്ട് എന്നും കയറി ഇറങ്ങുന്ന എപ്പോഴും ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഡിസ്പ്ലേ ഒക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓവറോൾ ഇതിന്റെ ഇന്റീരിയർ ഏരിയ ഒന്ന് കാണാം. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്യൂരിയോസുകളെല്ലാം ഇങ്ങനെ എല്ലാം പഴയ ഒരു ട്രഡീഷണൽ ടച്ചിൽ അല്ലേ? അതെ അതെ, ഇരിക്കുന്നു. അയൺ ബോക്സ്, പഴയ ഒറിജിനൽ അയൺ ബോക്സ് ആണ് വെച്ചിരിക്കുന്ന സ്റ്റാൻഡ്. ഓട് കൊണ്ടാണ് അല്ലേ? കണ്ടു കഴിഞ്ഞാൽ ഈ ലൈറ്റ് കാണുമ്പോൾ തന്നെ ലൈറ്റാന്ന് അറിയാമെങ്കിലും തൊടാനായിട്ടൊരു പേടിയാണ്. ഈ തബല ഒറിജിനൽ പീസ് ആണല്ലേ? ഒറിജിനൽ. ഒന്ന് റീഫർബിഷ് ചെയ്തിരുന്നില്ല? എന്തൊക്കെയാണ് ഇത് ശരിക്കും വരുന്നതൊക്കെ പ്ലാസ്റ്റിക് ആണ്. ഇതിന്റെ റോപ്പ് കോർണർ വരുന്നത് അല്ലേ? നമ്മൾ പ്രത്യേകം ഇൻസിസ്റ്റ് ചെയ്ത് ലെതർ തന്നെ ചെയ്തതാണ്.
ഇതിപ്പോ ലെതർ ആക്കിയിട്ടുണ്ടല്ലേ? ലെതറാ. ഇതിന്റെ വൈൻഡിങ്ങുകളെല്ലാം നേരത്തെ പ്ലാസ്റ്റിക് ആയിരുന്നു. ഇത് പ്രോഗ്രാം വായിക്കാൻ പറ്റിയ കണ്ടീഷനിലാണ് ഇത് വെച്ചേക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ബിയോണ്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ്ങിൽ അതിന്റെ ലോഗോ എല്ലായിടത്തും നല്ല രീതിയിൽ ഹൈലൈറ്റ്. ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന അക്രലിക് ഗ്ലാസുകൾ താഴെ പോലെ പറഞ്ഞു അതിന്റെ ലോഗോയിലുള്ളതാണ്. ഈ ഒരു നോർമൽ വിൻഡോയാണ് ഇത്. ഗ്രില്ല് വരുന്നുണ്ട്, അതിന്റെ പുറത്തേക്ക് ഗ്ലാസ് വരുന്നുണ്ട്. പക്ഷെ ആ തീം ഇൻസൈഡിലേക്ക് കിട്ടാൻ വേണ്ടി അകത്ത് വേറെ അഡീഷണൽ ഒരു പാനൽ കൊടുത്തിരിക്കുക. ആ കളേഴ്സ് മാച്ച് ചെയ്യുന്ന വിധത്തിൽ ഗ്ലാസ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? ടീക്കില ഫ്രെയിം ചെയ്തിട്ട് അഡീഷണൽ ഉള്ള ആ തീമിന് വേണ്ടിയിട്ട് ഇൻസൈഡിലേക്ക് കൊടുത്തു അല്ലേ? ഇത് ഇത്രയും വെറൈറ്റി കളേഴ്സ് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്തതാണ്. ഈ ക്രിയേറ്റിവിറ്റി അല്ലെ ഈ യുണീക്നെസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ റെഡ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ യുണീക്നെസ് ഉണ്ടാവത്തില്ല. നമ്മൾ നടന്ന് തപ്പിയെടുത്ത് ചെയ്തുകൊണ്ടിരുമ്പോൾ ഇത് ശരിക്കും വിൻഡോ ആണ്. ഈ കളർ ഗ്ലാസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതല്ല. ഇത് ശരിക്കും വിൻഡോ ആണ്. ഇതൊരു വലിയ വിൻഡോയും അവിടെ ഒരു വിൻഡോ ഉണ്ട്. വിൻഡോയ്ക്ക് പുറത്തും ഗ്ലാസ് ഉള്ളതല്ലേ? ഗ്ലാസ്. അപ്പൊ ഇത് ഈ ഇന്റീരിയറിന്റെ ഒരു ആംബിയൻസിന് വേണ്ടി. അതെ. ഈ പെയിന്റിങ്സിനെ പറ്റി ഒന്ന് പർട്ടിക്കുലർലി പറഞ്ഞാല്, ഇത് ശരിക്കും പറഞ്ഞാൽ നൈഫ് ആർട്ടാണ്. ഇത് ബ്രഷ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നല്ല തിക്നെസ്സിലാണ് പെയിന്റ് കൊടുത്തത്. നമുക്ക് ടച്ച് ചെയ്താൽ നമുക്ക് അത് ഫീൽ ചെയ്യും. ഇത് നൈഫ് ആർട്ട് എന്നാണ് ഇതിന്റെ പേര്. ഇത് ശരിക്കും പിച്ചാത്തി കൊണ്ട് തന്നെ പെയിന്റ് എടുത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഫാബ്രിക് ആണോ ഇത് വരുന്നത്? ക്യാൻവാസ്. ഇത് ഡബിൾ ഫ്രെയിമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇന്നർ ഫ്രെയിം, ഇതൊരു ഔട്ടർ ഫ്രെയിം. ഇപ്പൊ വൈറ്റിന് ഇപ്പൊ ഇച്ചിരി ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന ഫ്രെയിം എല്ലാം ഏതർ ബ്ലാക്ക് ഓർ ബ്രൗൺ ആണ്. ഇതിപ്പോ വൈറ്റ് വോളിലൊക്കെ വൈറ്റ് തന്നെ കൊടുക്കാൻ നല്ല ഇത് ഓഫ് വൈറ്റ് ആണ്. ഇത് പൈൻവുഡ് ഫ്രെയിമാ. ഇത് പ്രിന്റ് ആണോ വന്നിരിക്കുന്നത്? ഇത് പ്രീമിയം ക്വാളിറ്റി പ്രിന്റ് ആണ്. ഈ ഫ്രെയിമിൽ വേണമെങ്കിൽ നമുക്ക് കളർ കൊടുക്കാം. പക്ഷെ ഇത് അതിന്റെ ഒറിജിനാലിറ്റി തന്നെ വെച്ചിരിക്കാം. റോ ഫിനിഷ് തന്നെ നേച്ചർ ഫ്രണ്ട്ലി ആണ്. നമ്മൾ പെയിന്റ് ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ട്. പിന്നെ ഇതും പ്രീമിയം ക്വാളിറ്റി പ്രിന്റിംഗ്. പ്രീമിയം ക്വാളിറ്റി പ്രിന്റിലേക്ക് പോകുമ്പോ എന്താ, പ്രൊഡക്റ്റിന്റെ ലാസ്റ്റിംഗ് ആണോ അതോ കോസ്റ്റ് സേവിംഗ് ആണോ? ഇത് പ്രൊഡക്റ്റിന് ഇത് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇതിന് ഗ്ലാസ് വേണ്ട. ഇതിൽ ഡസ്റ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഡസ്റ്റ് ഒന്ന് പൊടി കൊട്ടി കളഞ്ഞാൽ മതി. അതിന്റെ ഒരു റിയാലിറ്റി ആ ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതുമായിട്ടൊരു കണക്ഷൻ കൂടുതലാണ്. അതിന്റെ എയർ ഒക്കെ ക്ലാരിറ്റി കുറയും. ഇതിപ്പോ നല്ല ഡയറക്റ്റ് നമുക്ക് കാണാം. ഈ ഗ്രേപ്സ് ഒക്കെ നമ്മൾ ഫ്രൂട്ട് ഷോപ്പിൽ കാണുന്ന അതേപോലെയാണ്. അതിലൊരു ഒരു പൂപ്പൽ പോലൊക്കെ ഉള്ളതൊക്കെ. ഗ്രേപ്സിലൊക്കെ ആ ഒരു ഫംഗസ് നിൽക്കുന്ന പോലെ തന്നെ തീ കത്തി നിൽക്കുന്നതൊക്കെ ആണെങ്കിലും ഒറിജിനൽ ഒരു ബിഗ് സ്ക്രീനിലേക്ക്. ഇതിനകത്താണെങ്കിൽ കുറെ തീ ഇത് ഒറിജിനൽ പെയിന്റിങ്ങിലായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊരു 20-25,000 വരും. ഇത്രയും ഫേസ് വരയ്ക്കണ്ടേ? ഇത് നമ്മള് ഒരു ഗ്രൂപ്പൊക്കെ നമ്മള് ചെയ്തെടുക്കുമ്പോൾ ഇപ്പൊ ഒരു ലാസ്റ്റ് സപ്പർ പോലുള്ള ഒരു ഇത് വന്നു കഴിയുമ്പോൾ ഓരോ ഫേസിന് കോസ്റ്റ് ആയിരിക്കും. ഓരോ ഫേസിനാണ് കോസ്റ്റ് വരിക. ഒരു ഫേസ് ഒക്കെ വരയ്ക്കുമ്പോൾ എന്നാ കോസ്റ്റ് വരും? ഏകദേശം 10,000 വരും. ഒരു ഫേസ് നമുക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ 10,000. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു ലാസ്റ്റ് സപ്പറിന്റെ ഇമേജിന് 60,000 ആണ് ഇതിന്റെ പ്രൈസ്. അതെ, ഇതിന് ഓൾമോസ്റ്റ് 60,000 കോസ്റ്റ് വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ഫേസും നമ്മൾ വരച്ചെടുക്കണം. ഒരു ക്യാൻവാസിന്, ഒരു പെയിന്റിങ്സിന് നമ്മൾ കോസ്റ്റ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫേസ് കൗണ്ട് ചെയ്തിട്ടാണ് ഈ ആർട്ടിസ്റ്റുകൾക്ക് പോലും റേറ്റ് വരിക. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാല് ഇത് ഒറ്റ ഫേസ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് 15,000 വിലയുള്ളൂ. ഇത് 60,000 വരുന്നുണ്ട്. ഇത് ഇത്ര ഈ 13 ഫേസ് ഉണ്ടെങ്കിലും അത് എല്ലാത്തിനും പെർഫെക്ഷൻ ആവശ്യമാണ്. കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ ഉള്ളൊരു മാർഗം 12 ശതമാനം ഒരു 6 ആക്കിയാൽ മതി. വെച്ചാൽ നമുക്ക് കോസ്റ്റ് കുറയും. 30,000 എത്തിക്കും. നിങ്ങൾ ചങ്ങനാശ്ശേരിക്കാരാണെങ്കിൽ നിങ്ങൾ ചങ്ങനാശ്ശേരിക്കാർക്ക് വളരെ സുപരിചിതമായ ചങ്ങനാശ്ശേരി ബോട്ട് ചെട്ടി അല്ലെ, റിയലിസ്റ്റിക് ആയിട്ട് അവിടെ പോയി ഇരുന്ന് ക്യാൻവാസ് വെച്ച് വരച്ചെടുത്തിരിക്കുന്ന ഇത് വാട്ടർ പെയിന്റിംഗ്. വാട്ടർ കളേഴ്സ്. ഈ വാട്ടർ കളേഴ്സ് കൊടുക്കുമ്പോൾ ഗ്ലാസ് മാൻഡേറ്ററി അല്ലേ? ഗ്ലാസ് കൊടുക്കണം അല്ലേ? എന്താ കാര്യം അത്? അതായത് ഇതിന്റെ ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഗ്ലാസ് കൊടുക്കുന്നത്. വാട്ടർ കളറിന് മാത്രം മതി ഗ്ലാസ്. ബാക്കിയുള്ള ക്യാൻവാസിന്റെ വർക്കുകളെല്ലാം ഗ്ലാസ് ഇല്ലാതെ ചെയ്യാം. പക്ഷേ ഈ ഗ്ലാസ് ഇടുമ്പോൾ ഒരു കുഴപ്പം ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. ഫോട്ടോ ഒക്കെ എടുത്തു കഴിയുമ്പോഴത്തേന് ക്ലാരിറ്റി ഉണ്ടാവും. ഇത് ഒത്തിരി വന്നു കഴിയുമ്പോൾ ആണ്. അത് ആ ഓടിന് പോലും
ആ ഒരു പഴമയുടെ ഒരു കളറാണ് കൊടുത്തേക്കുന്നത്. ഓടിന്റെ ആ ഒരു ബ്രൈറ്റ്നസ് കൊടുത്തിട്ടില്ല. ചങ്ങനാശ്ശേരിയിൽ ജനിച്ചവരും ചങ്ങനാശ്ശേരി പഠിച്ചിട്ട് പുറത്തു പോയവരും ഒക്കെ അവർക്ക് ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇത് ചങ്ങനാശ്ശേരി വലിയ പള്ളിയല്ലേ? വലിയ പള്ളിയുടെ സൈഡിലുള്ള ചെറിയ പള്ളി. ചെറിയ പള്ളി. ഓ, ഇതിന് സൊഡാലിറ്റി ചർച്ച് എന്നോ മറ്റോ പറയുന്നത്. ഓ, ശരി ശരി. ഇത് ആ പാരിഷ് ഹാളിന്റെ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ്. പാരിഷ് ഹാളിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഓ, ശരി. അപ്പൊ ഇതിലൂടെ കയറി അങ്ങോട്ട് പോകാം. ഇവിടെ ആയിട്ട് വരും മെയിൻ ചർച്ച്. ഇപ്പൊ നമ്മുടെ പഴയ വീടുകളോ നൊസ്റ്റാൾജിയ പഴയ വീടുകളൊക്കെ പൊളിക്കുന്നതിനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പുതുസാറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇത് ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ ഒരു പഴയ ഒരു ബിൽഡിംഗ് ആണ്. റിയൽ ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിൽ നിന്നെടുത്ത് വരച്ചിരിക്കുന്ന ഒരു ഡ്രോയിങ് ആയത്. ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല, അവിടെ നിന്ന് തന്നെ വരച്ചിരിക്കുന്നത്. അതിനകത്ത് കണ്ടോ പോസ്റ്റും അതിന്റെ ലൈനും ഒക്കെ പോയിരിക്കുന്നത് വളരെ റിയൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഗിബ്ലി ഫോമിലേക്ക് മാറി മാറും. പെൻ ആർട്ട്. പെൻ ആർട്ട് അല്ലേ? മീൻസ് പെൻ കൊണ്ട് തന്നെ റോട്ടറിംഗ് പെൻ കൊണ്ട് ചെയ്യുന്ന. ഓക്കെ. പെൻ കൊണ്ട് കുറച്ച് ക്ലാസ് ഇതാണ് വർക്കുകളാണ് ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇത് പെൻ ആർട്ടാണ്. ഓരോ ആർട്ടിസ്റ്റുകളും ഓരോന്നിൽ പൈനിയേഴ്സ് ആണ്. അവരുടെ ഇത് പെൻ ആർട്ട് എന്ന് പറയും. ഡീറ്റെയിൽഡ് ആണ് ഇത്. അതെ അതെ. ഓരോ കാര്യം മ്യൂസിക് ആയാലും പെയിന്റിങ്സ് ആയാലും എന്തിലും എക്സ്പ്ലോർ ചെയ്ത് പോയി കഴിയുമ്പോഴേ നമുക്ക് അതിന്റെ വേൾഡ് എന്താണെന്ന് മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പുറകിലേക്ക് കിടക്കുക. ഈ കണ്ണുകളുടെ ഇതുപോലും ഒരു ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാല് ചേഞ്ച് ആവും. ഇതൊക്കെ നമ്മൾ വൈഡ് ആയിട്ടുള്ള ഒരു ഒറ്റ വോളിലേക്ക് വെക്കണം. സിമ്പിൾ ആയിട്ട് ഇതുകൊണ്ട് ഒരു ഡോട്ട് പോലെ വെച്ചൊരു ഹൈലൈറ്റ്. ആളുകൾ അടുത്ത് വന്ന് ഇത് ക്ലോസ് ആയിട്ട് വായിച്ച് ഇത് ലാസ്റ്റ് സപ്പറിന്റെ ഒരു മോഡേൺ വേർഷൻ. സിംഗിൾ ലൈൻ ഡയഗ്രം അല്ലേ? സിംഗിൾ ലൈൻ ലൈൻസ് എല്ലാം ഒരിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നിരിക്കുന്ന ഒരിടത്തും ഡിസ്കണ്ടിന്യൂഷൻ വരുന്നില്ല. ഇത് ശ്രദ്ധിച്ചിരുന്നു. ഇത് കണ്ണും മൂക്കും ഒന്നും ഇല്ല. ഒരു ഔട്ടർ സ്കെച്ച് സിംബോളിക്ക. അതെ. ടേബിൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത ടേബിളായി. ഡൈനിങ് റൂമിൽ വെക്കാൻ ഇത് വളരെ ഐഡിയൽ ആണ്. ഇത് കളർഫുൾ ഡ്രീംസ് എന്ന് പറയുന്ന ഒരു വർക്കാണിത്. ഇത് ഓക്കെ. ഇതിന്റെ അതിന് ആർട്ടിസ്റ്റ് ഇട്ടിരിക്കുന്ന പേര് കളർഫുൾ ഡ്രീംസ് എന്നാണ്. ഓക്കെ. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിക്ചർ ഒന്നും കാണാനില്ല, പക്ഷെ ഇത് ഒരു നല്ല ഒരു ഇന്റീരിയർ ഡെക്കറേഷന്റെ ഭാഗമായിട്ട് ഇത് ഭയങ്കര വെക്കാവുന്ന ഒരു വലിയ ഫ്രീ വാൾ നിൽക്കുന്നിടത്തൊന്ന് എൻഗേജ് ചെയ്യാനായിട്ട്. അതായത് സ്റ്റെയർ കേസ് ഒക്കെ കയറി ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ ഒരു വെർട്ടിക്കൽ വാൾ കാണുമല്ലോ, അവിടെ വളരെ ഐഡിയൽ ആണ് ഇത്. ഓക്കെ ഓക്കെ. ഇതിനെന്താ പറയാ? മ്യൂറൽ പെയിന്റിങ്. മ്യൂറലിന് മെയിൻ ആയിട്ട് ഈ രണ്ട് കളേഴ്സ് ആണ്, ഈ ഗ്രീനും ഈ ഓറഞ്ച് കളറും. ഈ രണ്ട് കളറാണ് നമ്മളെ കാണുന്ന മ്യൂറൽ പെയിന്റിങ് എല്ലാം ഈ കളർ കോമ്പിനേഷൻ ആയിരിക്കും. പക്ഷെ ഇത് എല്ലാവർക്കും ഒന്നും അക്സെപ്റ്റബിൾ അല്ല. ചിലർ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഒരു അതാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പെയിന്റിങ്സ് വീടുകളിൽ നമ്മൾ വെക്കേണ്ടപ്പോൾ അത് എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കണം. കാരണം അതിന് ഹൈലൈറ്റ് ചെയ്തൊരു ഫോക്കസ് ലൈറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫോക്കസ് ലൈറ്റ് അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല. മാക്സിമം ഒരു 600-700 രൂപയുടെ കാര്യമുള്ളൂ. ഇത് വാട്ടർ കളറാ അല്ലേ? അല്ല, ഇത് അക്രിലിക് പെയിന്റിംഗ് ആണ്. അക്രിലിക് പെയിന്റിംഗ്. ഓക്കെ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ബ്രൗൺ കളർ കൊടുത്തേക്കുന്നത് ഒരു പഴമ ഒരു മ്യൂസിയം സ്റ്റൈലിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. നാഗവല്ലിയൊക്കെ ഇതിന് വേറെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പോഴാണ് ഈ ഫിഗറിന് കൂടുതൽ കോൺട്രാസ്റ്റ് കിട്ടുന്നത്. ഇത് ക്യാൻവാസിൽ അക്രിലിക് പെയിന്റ് ചെയ്തിരിക്കുന്നത്. അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് കൊടുത്തേക്കുന്നത്. ഒരു വിന്റേജ് ലുക്ക്. നമ്മളൊരു സെപ്പറേഷൻ പെട്ടെന്ന് ഫീൽ ചെയ്യല്ല. അതെ അതെ. അത് നേരെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ പിക്ചറിന് കിട്ടുന്നൊരു. അതെ. ഇതൊക്കെ ഫാമിലി കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നവർ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് കനഡിയൻ പൈനാണ്. പൈനിൽ ഫ്രെയിം ചെയ്തിരിക്കുന്നു. ഇത് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചില ഗ്ലാസ് വർക്കും. ഓക്കെ. ഈ ഗ്ലാസ് വർക്ക് ഒക്കെ വരുന്നതനുസരിച്ച് എന്റെ കോസ്റ്റ് കോസ്റ്റ്ലി. ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഈ സൈസിലുള്ള ഒരു വർക്കിന് ഇത്രയും കോസ്റ്റ് സാധാരണ വരുന്നതല്ല. പക്ഷെ ഇതിൽ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 10,000 അടുത്ത് വരും. ഇതിന് നമ്മൾ ഇട്ടിരിക്കുന്ന ഫ്രെയിം പൈൻ വുഡ് ഫ്രെയിമാണ്. അതിന്റെ ആ റഫ് സ്റ്റൈലിൽ തന്നെ ഫിനിഷിൽ തന്നെ. അത് ആ സ്പോട്ട് ലൈറ്റ് കൂടെ വന്നു കഴിയുമ്പോൾ അത് വളരെ സിംഗിൾ ലൈൻ ആർട്ട്. സിംഗിൾ ലൈൻ ആർട്ട്. ഇതിലൂടെ കുറെ ഉണ്ട്. ഇത് തന്നെ തിരുക്കുടുംബം ഹോളി ഫാമിലിയുടെ ഉണ്ട്. അതൊക്കെ വിറ്റുപോയി. ആ ഫ്രെയിമിൽ ആണ് ആ ബ്രൗൺ സിമ്പിൾ ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്കും ആ വൈറ്റ് തീമും. ഈ കണ്ടന്റ് ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾ ഭവനം നിർമ്മാണം അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസ് സ്റ്റുഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ബിയോണ്ട് ദ എന്ന
ഒരു പ്രസ്ഥാനമെന്നോ അല്ലെങ്കിൽ ഒരു ഷോപ്പെന്നോ ഒന്നും ഇതിനെ വിശദീകരിക്കാൻ പറ്റില്ല. ഈ ഒരു കൺസെപ്റ്റിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. നിങ്ങൾക്ക് വേണ്ട പെയിന്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് തരാനായിട്ട് പ്രൊഡ്യൂസർ ഉണ്ടാവും. അപ്പോൾ സാറേ താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ യുവർ വിസിറ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.